ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാൻ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടില്ല. ഇപ്പോൾ എന്താ പറയുക, ഇന്നലെ ചെറിയൊരു വീഡിയോ ഇട്ടില്ലേ, പുറത്ത് പോകുമ്പോൾ അത് കുറഞ്ഞ സമയം. അപ്പോൾ ഫുള്ളായിട്ടൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ പിള്ളേരൊക്കെ അതേക്കുന്ന കടയിൽ പോയിക്കുന്നു, മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് എന്തോ പുറത്തേക്ക് പോയിക്കുന്നു. ഇപ്പോൾ വരും പടയും പട്ടാളമൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നാകപ്പാടെ ചൊറ പിടിച്ച ദിവസം കേട്ടോ. ചെയ്ത പണി തന്നെ വീണ്ടും ചെയ്യുന്നൊരു പണിയില്ലേ, ആ ചൊറ പിടിച്ച. പിന്നെ ഫുഡൊക്കെ അതപ്പം കഴിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല, ഒക്കെ ആക്കി വെച്ചിന്, കഴിച്ചില്ല. ഇതുണ്ടോ, ഇത് നമ്മൾ ആ മുന്നിൽ തന്നെ കുറേ മണ്ണൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ആ സൈഡ് കുറച്ച് കെട്ടാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം ഇവിടെ കുറച്ച് മണ്ണ് ഇവിടെ അടുത്ത് ഇറക്കിയപ്പോൾ ഇങ്ങനെ ഇറക്കിയിട്ടേന്. അപ്പോൾ ആകെ പണിയായി. കാരണം ഇപ്പോൾ മക്കൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് കളി, ഇത് മണ്ണ് ഫുള്ളാകത്തെത്തും. മണ്ണ് കണ്ടില്ലേ, ഇതാണ് മണ്ണ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഫുള്ള് എന്തോ കല്ലും മൂട്ടയും. പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ പണി എന്ന് വെച്ചാൽ ഭ്രാന്തന്മാരെ പണി എന്നൊക്കെ പറയില്ല, അതേപോലെ ഭ്രാന്തൻ പണിയാണ്. കിട്ടാ വയ്ക്കുക ഇതന്നെ ഒരു പണി. നിങ്ങൾക്ക് തന്നെ സംഭവം കണ്ടാൽ ചിരി വരുന്നുണ്ടോ. ഇത് കുറച്ച് ദിവസമായിട്ട് കെട്ടി, പിന്നെ അയച്ച് പിന്നെയും കെട്ടി. കണ്ടോ, ഇത് പിന്നെയും കെട്ടി. ഇന്നതാ പിന്നെ ഫുള്ള് പൊളിച്ച് ഞാൻ അങ്ങോട്ട് ഇട്ടിരിക്കുന്നു. സംഭവം എന്താ വെച്ചാൽ നമുക്കിവിടെ ഒരു അതിരിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ നോക്കി അന്നപ്പോൾ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് വ്യത്യാസം, അതായത് 2 കുറ്റി നമ്മൾ അതിരിൻ്റെ എടുത്തു, ഒരു കുറ്റി അപ്പുറത്തും ഒരു കുറ്റി ഇപ്പുറത്തും. അപ്പോൾ അത് ഇതാക്കിയപ്പോൾ പിന്നെ നമ്മളെ കെട്ട് പിന്നെയും പൊളിച്ചു. അപ്പോൾ ഇന്ന് ഇവിടെ ഇത് ഈ സ്ഥലത്തിൻ്റെ അതിലേക്ക് പോകുന്ന റോഡ് ഇവിടം വരെ നമ്മളവിടെ അവസാനിക്കും കേട്ടോ. അപ്പം ഉണ്ടോ, ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ റോഡ് തീരണം. അപ്പോൾ ഈ റോഡ് തീരുന്നവർക്ക് കുറച്ച് ഇവിടെ റോഡ് ഫുള്ള് മണ്ണിടണം എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് മണ്ണ് തട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ വണ്ടി വന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്ത്, ഇനിയിപ്പോൾ നമ്മളെ കല്ലൊക്കെ മണ്ണിൻ്റെ അടിയിലായി പോയാലോ, ഇനിയിപ്പോൾ അത് പൊളിച്ച് കെട്ടണം, ഒന്നുകൂടി നന്നായിട്ട് കെട്ടണം. അപ്പോൾ പൊളിച്ച് അങ്ങോട്ടേക്ക് വെച്ചതാണ്. ഇനിയിപ്പോൾ പണിക്കാരെ കിട്ടണം, പണിക്കാർക്ക് കൊടുക്കാനുള്ള കൂലി കിട്ടണം. നമ്മൾ കെട്ടിയാൽ ശരിയാവില്ല, കാരണം വയർ കറക്റ്റ് പിടിച്ചിട്ട് അതിൽ കറക്റ്റാക്കി കെട്ടണ്ടേ. ഭയങ്കര പണി തന്നെ അതൊക്കെ. നമ്മളെ 2 കിടുക്കാസുകൾ വരുന്നുണ്ടോ, എൻ്റെ അനിയത്തിൻ്റെ മക്കളാണ് സ്കൂളിൽ വരിക. ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട്, അതാക്കണം എല്ലാവരും വരുന്നുണ്ട്. അതാക്കുന്നത് മിലിയൊക്കെ അതാ വരുന്ന, അവരൊക്കെ മുട്ടായി മേടിക്കാൻ പോയി. ഞാൻ അത് വരുന്ന എനിക്ക് അടിച്ചു വരാനല്ലേ ഈ ഉള്ള മണ്ണ് ഇവള് ചെയ്യുന്ന പണിയുണ്ടോ. ഉള്ള കാട് മൊത്തവും ഓള് വരുമ്പോൾ പറിച്ചിട്ട് വരും. എന്നിട്ട് ഓള് കൊണ്ടുപോയി വിതറിയിട്ടതാ. മൊത്തത്തിൽ അടിച്ചു തരാൻ ഓള് ഓരോ പണി ഉണ്ടാക്കി തരും. സിപ്പപ്പ് തിന്നിട്ട് പോയിക്കോ പോരി. സിപ്പപ്പ് ഓക്ക് വേണ്ടല്ലേ, വിലേ മാവ ഇങ്ങി പോരി, ഓക്ക് വേണ്ടോ അല്ലേ സിപ്പപ്പ്. എടാ മാവാ സിപ്പപ്പ്. നോക്ക് കണ്ടോ, ഈ സിപ്പപ്പ് വെച്ചിട്ടോ ടൗസറിനൊക്കെ നല്ല തണുപ്പ്. കാട്ടിക്കൊടുക്ക് സിപ്പപ്പ്. എടെ കണ്ടോ സിപ്പപ്പ് കണ്ട എടുത്തുണ്ട. മിക്ക് ലുലുവിനൊക്കെ എടുത്തുണ്ട. ലുലേ ഇങ്ങനെ പോയി നോക്കട്ടെതാ. ഇതാണ് നമ്മൾ ലുലു കണ്ടില്ലേ, പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. ഇന്നലെ ഞങ്ങളൊരു ഉടുപ്പ് വാങ്ങിയതായിരുന്നു പുതിയത്. പക്ഷേങ്കിൽ ഉൾപ്പെടാനേ പറ്റൂ, കുറച്ച് കഴിഞ്ഞാൽ പറ്റൂല. അന്നേരം ഇട്ട് വെക്കാത്തോണ്ട് എടാ അമ്മച്ചിക്ക് ലുലേ സിപ്പപ്പ് ഓരി വെക്കണതാ. നമ്മളെ മിലു ആണ് സിപ്പപ്പ് ഓരി വെക്കുന്നത്. ഗായ്സ്, ലുലു സിപ്പപ്പ് വാങ്ങി നിൽക്കണ്. താത്താത്തക്കും സത്യം പറഞ്ഞ അങ്ങനെ ഈ വെയിലിൻ്റെ ചൂടല്ലേ, അപ്പോൾ ഈറ്റാലൊക്കെ എടുക്കെടുക്ക് തിന്നുണ്ടോ സുഖം. അപ്പോൾ ഓരോരുത്തർ കമൻറ്റ് ചെയ്യും ഇത് കളറാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കത് കളറല്ല, അത് മുന്തിരി ഉണ്ടോ. ഞാൻ ഇൻ്റെ പൊട്ടിച്ച എനിക്ക് തന്നാലോ? എൻ്റെ തിന്നിട്ട് ഇങ്ങി തിന്നോ. എൻ്റെ ഞാൻ പൊട്ടിങ്ങ ഈ പൊട്ടിച്ച് വയ്ക്കണ്ടാ. നോക്ക് പൊട്ടിച്ച ഞാൻ എടുക്കട്ടെ.
എന്നെങ്കിൽ ഇൻ്റെ എടുത്തത് ഇതും വെച്ച് എടുത്തോളാം. എന്നാൽ അത് പൊട്ടിച്ചിക്കുന്ന പിടി കിട്ടിയില്ലേ? എന്നില്ല ഇത് പിടി. ഇതുണ്ടാ കിട്ടണ്ടോ? ഉണ്ട്. ടാറ്റ എടുക്ക് ടാറ്റ. പൊട്ടിച്ച ഏടാടി ഇത് തിന്നുന്നേ. അവിടെ തന്നെ ഇല്ലേ നമ്മൾ കോഴി ഇട്ടെടുക്കുന്നല്ലോ. കോഴി ഇട്ടെടുത്തുണ്ടോ? നടക്ക് ഇട്ടെടുക്കുന്നല്ലോ കോഴി. വതിലവാ അതിലെങ്ങനെ കയറുവാ? അതിലെ നടക്ക് കോഴി ഇട്ടെടുക്ക. ഇട്ടാ കാക്കച്ചി കൊണ്ടുപോകും. അല്ലെങ്കിൽ നടക്ക് ഇതിലെ വാടി. ഇതിലെങ്ങനെ കയറി ഇറങ്ങും. റെഡി 1 2 3. അപ്പോൾ ഇട്ടെടുത്തുണ്ടോ? ഞങ്ങളെ കൂട്ടിൽ ഇത് അങ്ങനെ കയറി പോകട്ടോ, കോഴിക്കൂട്ടിൽ. ആരും ഒന്നും വിചാരിക്കേണ്ട, ഇതിലൊന്നും ഇല്ല. അത് കാരണം നമ്മൾ എപ്പോഴും കാണുന്ന ചെറിയ കൂടാ. ഞാൻ ഉണ്ടാക്കിയ സ്വന്തം കൂടാട്ടോ. കാരണം അതാകുമ്പോൾ കയറാം, നമുക്ക് എല്ലാം എടുക്കാം. ഓക്കെ, അപ്പം എനിക്ക് സിപ്പപ്പ് വേണോ മുട്ട വേണോ? ഏതാ വേണ്ടിയേ? സിപ്പപ്പിൻ്റെ സ്ഥലം വന്ന് 2 തലയും മറന്ന്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ചാനൽ വാവ അങ്ങോട്ട് നോക്ക്. ലുലി അങ്ങോട്ട് നോക്ക്. ഇട്ട കാട്ടി കൊടുക്ക്. വാവ്, എന്നാ കൊണ്ടാ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം. നല്ല നല്ല കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അതാ ഈ സിപ്പപ്പിൻ്റെ 2 ഭാഗവും ഇലൊക്കെ വരുന്നുണ്ട്. എല്ലാം ഏത് ഭാഗമാണ് സംഭവം ഉള്ളതെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.